ഹലോ എവ്രി വൺ, വെൽക്കം ടു രാജ് ടോക്സ്. ഇന്ന് ബസൂക്കയുടെ വിശേഷങ്ങളാണ്. ബസൂക്കയുടെ അണിയറ പ്രവർത്തകർ നമുക്ക് പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തരുന്നില്ല. അപ്പം നമ്മളായിട്ട് തന്നെ വിശേഷം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇന്നലെ രാത്രി, അതായത് ഓസ്ട്രേലിയയിൽ ഏതാണ്ട് 12 മണി എങ്ങാണ്ടായപ്പോഴത്തേക്കും മമ്മൂക്ക എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിരുന്നു. ഫാൻ ഷോ ഇല്ല, 6 മണി ആസ് യൂഷ്വൽ. മമ്മൂക്ക ഫാൻ ഷോ പ്രൊമോട്ട് ചെയ്യുന്നില്ല, വിച്ച് ഇസ് ഗുഡ്. ഇറങ്ങി വന്ന് വെറുതെ പടത്തിനെ നശിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് ഫാൻ ഷോ ഇല്ലാതിരിക്കുന്നത് തന്നെയാണ്. 9 മണിക്കാണ് വേൾഡ് മൊത്തത്തിൽ ഷോ ഉണ്ടാവുക. അപ്പം നമുക്കിവിടെ 2:30 മണിക്ക്. ഞാൻ അന്നേ ദിവസം വർക്ക് ചെയ്യുന്നത് ഫൗണ്ടൻ ഗേറ്റിനടുത്താണ്. അപ്പോൾ അവിടെയുള്ള വില്ലേജ് സിനിമേഴ്സിൽ പ്ലീസ് ലിസ്റ്റ് ചെയ്യുക. അപ്പോൾ ആ ടൈമിൽ അവിടെ പോയി കാണാം എന്നാണ് പ്ലാൻ. സോ ബസൂക്കയുടെ പ്രൊമോഷൻ ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഞാൻ ആകുലപ്പെടുകയാണ്. മമ്മൂക്ക എനിക്ക് മനസ്സിലാവുന്നില്ല. ക്യാരക്ടറൈസേഷൻ എല്ലാ സിനിമകളിലും അടിപൊളിയാണ്. ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് ചെയ്യുന്നു. നമ്മൾ ഫാൻസിനെയൊക്കെ നിങ്ങൾ സത്യം പറയാം, ഇതൊരു ബെസ്റ്റ് ടൈമാണ്. മമ്മൂക്ക ഫാൻസിൻ്റെ ഒരു ബെസ്റ്റ് ടൈമാണ്. മമ്മൂക്ക ഫാൻസ് എന്താണ് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ പോയി വെറുതെ എമ്പുരാൻ്റെ സക്സസ് സ്റ്റോറിയിൽ ഞാനൊരു അർത്ഥവും കാണുന്നില്ല. വരും, നമുക്ക് ബസൂക്ക പ്രൊമോട്ട് ചെയ്യാം. അതല്ലേ നമ്മൾ ഈ ടൈമിൽ ചെയ്യേണ്ടത്. കുറേ ട്രോളുകൾ കാണുന്നു ആവശ്യമില്ലാതെ. ബിലാലെങ്ങാനും ഈ സമയത്ത് വന്നിരുന്നെങ്കിൽ അതിൻ്റെ ലെവൽ എവിടെ നിൽക്കും? ഇതിനൊന്നും പ്രസക്തിയില്ല. നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ ഒരു മൂവി ഇവിടെ കിടപ്പുണ്ട്. അത് എന്താണ് മനസ്സിലായി? എനിക്കിവിടെ വലിയ ഫാൻ ഓർഗനൈസേഷൻസ് ഒന്നുമില്ല. അപ്പം നമുക്ക് ഇതുപോലുള്ള പടങ്ങൾ ഓസ്ട്രേലിയയിൽ വരുമ്പോൾ അതൊരു ആഘോഷമാക്കി മാറ്റുക എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ നാട്ടിൽ ഇത്രയും ഫാൻ സംഘടനകളൊക്കെ ഉണ്ടായിട്ട്, മമ്മൂട്ടി ഫാൻസ് ക്ലബ്ബൊക്കെ ഉണ്ടായിട്ട് നിങ്ങൾ ചെയ്യുന്ന കാണുമ്പം എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം അതിൻ്റെയും കൂടെ ഒരു ഫ്രസ്ട്രേഷനാണ് ഈ വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാം. സോ എനിക്ക് ടീസർ ഇറങ്ങിയപ്പോൾ അടിപൊളി എഫക്റ്റ് ആയിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇടിവെട്ടെന്ന് പറഞ്ഞാൽ ഇതൊരു മരണ മാസ് ഹിറ്റാവുമെന്ന് വിചാരിച്ചിരുന്നു. ഞാൻ ടീസർ ഒന്നുകൂടെ പ്ലേ ചെയ്യാം. എനിക്ക് പ്രത്യേകിച്ച് ഞാൻ ആ പാർട്ട് എടുത്ത് വെച്ചിരിക്കുകയാണ് ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട്. ഇതിലെ മ്യൂസിക്കും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ അടിപൊളിയാണ്. എല്ലാം പിന്നെ ഇംഗ്ലീഷ് മ്യൂസിക്കാണ് പിടിച്ചിരിക്കുന്നത്. ഈ സംഭവമൊക്കെ ഇടൂ. So then who are you? Who's the king? Hey buddy, It's get ready tuxedo for the time. game. കുറച്ച് മാറി. It's tuxedo time. ആയിക്കോ. ഓ, പൊള്ളിയാണിത്. ഇത് നാട്ടില് തിയേറ്ററിൽ ഇട്ടപ്പോൾ എൻ്റെ ഫ്രണ്ട് പറഞ്ഞത് ടിബറ്റ് ആംബിയൻസ് ആയിരുന്നു. അപ്പൊ പണിയാണ്. 8-2-16 പണി. ഓ, ഇത് നാട്ടിലെ ഓഡിയൻസിന്റെ ഇടയിൽ ഇരുന്ന് കാണും. ഈ കഥയിൽ നിങ്ങളുടെ റോൾ ഇവിടെ ഓ, റൊമാൻറ്റിഫിക്കേഷൻ ഓഫ് ദ ഇന്ത്യ. 6 ദിവസം മുമ്പ് ബസൂക്കയുടെ ട്രെയിലർ ഇറങ്ങിയപ്പോൾ എനിക്ക് അത്ര ഗുമ്മ് കിട്ടിയില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ വോയിസ് ഓവർ രണ്ടുപേരും ചെയ്യുന്നുണ്ട്. എന്താ പറയുക, ഗൗതം വാസുദേവ് മേനോന് വേണ്ടിയിട്ടുള്ള വോയിസ് ഓവർ മമ്മൂക്കയ്ക്ക് വേണ്ടിയിട്ടുള്ള വോയിസ് ഓവർ മമ്മൂക്കയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഗൗതം വാസുദേവ് മേനോൻ ചെയ്യുന്നുണ്ട്. പുള്ളിയുടെ പറച്ചിലും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും പുള്ളി 1 മീറ്റർ അങ്ങോട്ടോ 1 മീറ്റർ താഴോട്ടോ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ വേറൊരു ക്യാരക്ടറായി മാറിയാണ്. പക്ഷെ അതൊന്നും ചെയ്യാതെ പുള്ളിയായിട്ട് തന്നെ അഭിനയിച്ച് വെച്ചിട്ടുണ്ട്, വിച്ച് ഇസ് ഗുഡ്. പുള്ളി ഒരു എന്താ പറയുക, ഇപ്പം നമ്മൾ പുതിയ ഇതൊക്കെ പറയില്ലേ, ഏർബൻ നക്സലൈറ്റ് എന്നൊക്കെ പറയുന്ന പോലെ ഏർബൻ പോലീസ് ഓഫീസർ, അതിൽ പുള്ളി എപ്പോഴും സെറ്റാണ്. പുള്ളി അങ്ങനത്തെ റോളുകളിലെല്ലാം പുള്ളി എപ്പോഴും സെറ്റാണ്. പുള്ളിക്കൊരു ടിപ്പിക്കൽ ലൈനുണ്ട്. പുള്ളി ആ രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്, വിച്ച് ഇസ് ഗുഡ്. അത് കാണാൻ നല്ലതാണ്. അതിൽ വലിയ മോശമൊന്നുമില്ല. പുള്ളി അങ്ങനെ വെറൈറ്റി ആയിട്ടൊന്നും ചെയ്ത് കണ്ടിട്ടില്ല. അപ്പം ആ ഒരു നറേഷൻ, പിന്നെ കാക്കയിലെ പോലെ അവരുടെ ടീം ഫോർമേഷൻ കാര്യങ്ങളൊക്കെ കാണിക്കുന്നു ആ ട്രെയിലർ. പിന്നെ പതുക്കെ കിക്കിൻ ചെയ്യുമ്പോഴാണ് നമുക്ക് കുറച്ചൊരു ഇൻട്രസ്റ്റ് വരുന്നത്. അതുകൊണ്ട് എനിക്ക് ട്രെയിലർ അത്ര ക്യാച്ചി ആയിട്ട് തോന്നിയില്ല. പിന്നെ ഉണ്ടായിരുന്നത് ഓക്കെ, ഇനി പ്രൊമോഷൻസും എല്ലാം വരും, ഇതിൻ്റെ അണിയറ പ്രവർത്തകരെല്ലാം വരും. ഇതിനകത്ത് കേട്ടിരുന്നത് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ബാബു ആൻ്റണി ഉണ്ട്, ജഗദീഷ് ചേട്ടനുണ്ട്. അപ്പം അങ്ങനെ ഒരുപാട് വലിയ സ്റ്റാർ കാസ്റ്റ് ഉണ്ട്. ഹക്കിം, ഓഫ് കോഴ്സ് ഗൗതം വാസുദേവ് മേനോൻ. അപ്പോൾ ഇവരെല്ലാവരും കൂടെ വന്നിരുന്ന് സംസാരിക്കുമ്പോൾ പിന്നെ കുറച്ചുകൂടി ഇരുന്ന് കിട്ടുമെന്ന് വിചാരിച്ചു. ഏപ്രിൽ 10 ഇറങ്ങുന്ന ഓൾറെഡി ആലപ്പുഴ ജിംഖാന അവരുടെ പ്രൊമോഷൻസ് എല്ലാം സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഏതായിരുന്നു, മരണമാസ്, അത് ഓൾറെഡി പ്രൊമോഷൻ സ്റ്റാർട്ട് ചെയ്തു. അവരുടെ ട്രെയിലർ വിട്ടു, അതിൻ്റെ പാട്ട് വിടുന്നു. അപ്പോൾ അതിനെല്ലാം അപ്ഡേറ്റ്സ് ഉണ്ട്. ബസൂക്ക മാത്രം ആസ് യൂഷ്വൽ മമ്മൂക്ക ഫിലിംസ് പോലെ ഒരു പ്രൊമോഷൻ വളരെ കുറച്ച് വരുന്നത് പോലെ ഒരു ഫീല് കിട്ടുന്നു. സോ അത് ഭയങ്കര വിഷമം ഉണ്ടാക്കുന്നുണ്ട്. 2 കാര്യമാണ്. പ്രൊമോഷനിൽ വരുമ്പോൾ ഓൾറെഡി മമ്മൂക്കയ്ക്ക് ഇപ്പോൾ അസുഖമാണ്, വയ്യാതിരിക്കുന്നു എന്നൊക്കെ കാണുമ്പോൾ പുള്ളിയെ ഒന്ന് നമുക്ക് എന്താ പറയുക, ലൈവായിട്ട് കാണുമ്പോൾ ഒരു ഫീലുണ്ട്. അതൊരു വല്ലാത്ത സന്തോഷമാണ്. സോ അതിനുവേണ്ടി വെയിറ്റിംഗ്. ടച്ച് വുഡ്, പുള്ളിക്ക് എല്ലാം നന്നായിരിക്കട്ടെ, എല്ലാ പ്രാർത്ഥനകളും.
അപ്പം ഇതുപോലെ ഒരു പ്രശ്നം പറ്റിയ സിനിമയാണ്. എനിക്ക് ഭയങ്കര വിഷമമുണ്ടായിരുന്നു. ഭയങ്കര അടുത്ത കാലത്ത് ബാക്ക് ടു ബാക്ക് നല്ല പെർഫോമൻസിൽ എനിക്ക് ആസ്വദിച്ച് കണ്ട OTT-യിൽ വന്നാൽ വീണ്ടും വീണ്ടും കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പടമാണ് ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ്. ഇപ്പോൾ അതുപോലെ മമ്മൂട്ടിയുടെ വേറൊരു ഇൻ്റർവ്യൂ, ഒരുപാട് കാര്യങ്ങൾ പറയണമെന്നുണ്ട്. അതുപോലെ മമ്മൂട്ടിയുടെ വേറൊരു ഇൻ്റർവ്യൂ ഭരദ്വാജുമായിട്ട്, ഇപ്പോൾ ലാലേട്ടൻ 2 ഇൻ്റർവ്യൂസ് ചെയ്തു ഭരദ്വാജുമായിട്ട്. ഒന്ന് മറ്റേ ബറോസിന് വേണ്ടിയിട്ടും രണ്ടാമത്തത് എംപുരാന് വേണ്ടിയിട്ട്. രണ്ടും നല്ല രസമായിരുന്നു. കാരണം പുള്ളി ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കും. പുള്ളി ഒരു ഫാൻ ബോയ് ആണ്. അപ്പോൾ പുള്ളി ലാലേട്ടനിൽ നിന്ന് ഓരോ കാര്യങ്ങൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ വേണ്ടി ചോദിക്കുന്ന ചോദ്യങ്ങൾ എല്ലാം ഭയങ്കര രസമായിരുന്നു. പ്രത്യേകിച്ചും ബറോസിൻ്റെ ടൈമിലെ ഭരദ്വാജിൻ്റെ ബോഡി ലാംഗ്വേജ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. പുള്ളി ഭയങ്കര ലാലേട്ടൻ്റെ മുമ്പിൽ ഒരു ഭയങ്കര ഒരു വിനയത്തോടു കൂടി ഇരിക്കുന്നത് കാണാൻ ഭയങ്കര രസമാണ്. ജെനുവൻലി പുള്ളി ഒരു ആരാധകനാണ്, അത് മനസ്സിലാവും. അപ്പോൾ അതുപോലെ മമ്മൂക്കയുടെ ഒരു ഇൻ്റർവ്യൂ ഭരദ്വാജുമായിട്ട് വരുന്നത് ഭയങ്കരമായിട്ട് എക്സ്പെക്ട് ചെയ്യുന്നു. അപ്പോൾ പുള്ളി ചോദിക്കുന്ന ചോദ്യങ്ങൾ, മമ്മൂക്കയുടെ അതിൻ്റെ കാഴ്ചപ്പാടുകൾ, അഭിനയത്തിൻ്റെ ഫ്യൂച്ചർ പ്രൊജക്ട്സിൻ്റെ കാര്യങ്ങൾ, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പുള്ളി തീർച്ചയായിട്ടും ചോദിക്കും. പുള്ളിയുടെ ക്വസ്റ്റ്യൻ കൈ കിട്ടിക്കഴിഞ്ഞാൽ പുള്ളി ചോദിക്കുന്ന ചോദ്യങ്ങൾ ഭയങ്കര റേഞ്ചുള്ള ചോദ്യങ്ങളായിരിക്കും. പിന്നെ പുള്ളിയുടെ റിവ്യൂസും പറയണ്ട. പുള്ളിയൊക്കെ ഒരു ടൈം സിനിമ കണ്ടിട്ട് അതിനകത്തുനിന്ന് ഒബ്സർവ് ചെയ്തെടുക്കുന്ന കാര്യങ്ങളൊക്കെ എനിക്കറിഞ്ഞൂടാ. നമ്മളൊക്കെ 2-3 പ്രാവശ്യം കാണുമ്പോഴാണ്. അദ്ദേഹം ഭരദ്വാജ് ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സ് കണ്ടിട്ടുള്ള കാര്യവും ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിൽ ഓഡിയോ ആയിട്ട് കേട്ടാന്ന് വിചാരിച്ചു. സോ ലിസൺ ടു ദിസ് വൺ. Kind of novelistic mystery. Going in, I did not know what to expect from the Gautam Menon Mammootty combination, but they've given us a movie where the characterization of the protagonist is so good that the rest of it goes down easily, even the minor flaws. The rest of this review contains spoilers. By this time, we don't need to say what a good actor Mammootty is. It's a bit like saying Federer is a good tennis player. But Mammootty makes us say it all over again and again in Gautam Vasudev Menon's quirkily titled Dominic and the Lady's Purse, as a 2-bit detective named Dominic. മനസ്സിലായില്ലേ? അപ്പം ഇതൊക്കെയാണ് നമുക്കൊരു എക്സൈറ്റ്മെന്റ് വരുന്നത്. അപ്പം ബസൂക്കയിലും തീർച്ചയായിട്ടും ഈ അടുത്ത കാലത്തെ മമ്മൂട്ടി സിനിമകളിൽ മമ്മൂക്ക സെലക്ട് ചെയ്യുന്നത് 100% ഇതിൽ എന്തെങ്കിലും ഒരു പുതിയ സംഭവം ഉണ്ടാവും. പക്ഷേ 10 പേര് അറിയണ്ടേ? എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് റിലീസാവുന്ന സമയത്ത് ഒരുപാട് പേർക്ക് അറിയില്ല ശരിക്കും. ജാനുവരി 23rd, ഇഫ് ഐ ആം നോട്ട് റോങ്, ജാനുവരി 24th ഞാൻ ആദ്യമായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. അന്നാണ് ആദ്യമായിട്ട് ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സിൻ്റെ റിവ്യൂയോട് കൂടിയാണ് ഞാൻ ഈ ചാനൽ തുടങ്ങുന്നത് തന്നെ. അപ്പോൾ അത്രയും എക്സൈറ്റ്മെൻ്റ് ഉള്ളൊരു ഫിലിമായിരുന്നു. അപ്പോൾ അത് ഒരുപാട്, അത് കളക്ഷൻ വൈസ് എന്നുള്ളൊരു കാര്യമില്ല, അതൊരു ഹിറ്റ് സ്റ്റാറ്റസിലോട്ട് എത്തണം എന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അതിനുള്ള എല്ലാ പൊട്ടൻഷ്യലും ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അതിൻ്റെ പരാജയ കാരണം, അല്ലെങ്കിൽ അതൊരു ആവറേജ് ഫിലിമായിട്ട് പോകാനുള്ള കാരണം അതിൻ്റെ കറക്റ്റായ മാർക്കറ്റിംഗ് ഇല്ല എന്നുള്ളതാണ്. അതിൻ്റെ സക്സസ് മീറ്റ് പോലെ ഒരു നെക്സ്റ്റ് ഡേ വന്നിരുന്നു, പുള്ളിക്ക് പനിയായിരുന്നു, പിന്നെ ജോർജ് ഏട്ടൻ്റെ മകളുടെ കല്യാണം, അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ അതിന് മുമ്പായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു പ്രൊമോഷൻ സ്ട്രാറ്റജി പ്ലാൻ ചെയ്യാമായിരുന്നു എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഓഫ് കോഴ്സ് നമുക്ക് ആഗ്രഹിക്കാനേ പറ്റുള്ളൂ, കാര്യങ്ങളെല്ലാം ഒത്തുവരണം. സോ ബസൂക്കയ്ക്കും അതുപോലെ എല്ലാം അടിപൊളിയായിട്ട് വരട്ടെ. സോ എവറിബഡി ഹു ഈസ് ലിസണിങ് ടു മീ, ബസൂക്ക ഈസ് കമ്മിങ് ഔട്ട് ഓൺ April 10th. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. കൂടുതൽ പ്രൊമോഷൻ പരിപാടി ഉടനെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. മമ്മൂക്ക ഫാൻസ്, മറ്റ് എമ്പുരാൻ വലിയൊരു വിജയമാവട്ടെ. ആ വിജയത്തിന് ഇനി ആർക്കും തടുത്തു നിർക്കാൻ പറ്റില്ല. അപ്പോൾ അത് അങ്ങനെ, അത് 2 പാരലാണ്. ഇവർ 2 പേരും, ലാലേട്ടൻ മമ്മൂക്ക എന്ന് പറയുന്നത് നമ്മൾ കമ്പയർ ചെയ്യേണ്ട ആക്ടേഴ്സേ അല്ല. ഇത് പറഞ്ഞാൽ ഇന്നത് ഈ ഫാൻ ഫൈറ്റ് നിൽക്കാൻ പോകുന്നതെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ നമുക്ക് പ്രൊമോട്ട് ചെയ്യാനൊരു മൂവി ഇവിടെയുണ്ട്. സോ പ്ലീസ് ഡു ദാറ്റ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സോ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ദ ചാനൽ. താങ്ക് യു.